ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദേവോസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ബൊഗൈൻ വില്ലകളുടെ അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതാ എൻ്റെ റൂബി റെഡ് ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ മതിലുള്ള ചെടികളെ നമ്മളിടയ്ക്ക് മാറ്റും. പൂ കൊഴിയുമ്പം മാറ്റി വെച്ചിട്ട് പൂ നിറയുള്ളതിനെ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പൂന വൈറ്റ് നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂന വൈറ്റിൽ കണ്ടു ഫ്ലവറൊക്കെ ഇങ്ങനെ കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങി. ഇത് പൂന വൈറ്റ് ആണെങ്കിലും ഇതിനൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഇത് വരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊരു എനിക്ക് തോന്നുന്നു പൂന വൈറ്റിൻ്റെയും ബട്ടർഫ്ലൈയുടെയും ഒക്കെ ഒരു മിക്സ് പോലെയാണ് ഇതിന് തോന്നുന്നത്, ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ട്. അപ്പോൾ പൂന വൈറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹവായ് വൈറ്റ് ഉണ്ടോ. ഹവായ് വൈറ്റിൽ നിറയെ ഫ്ലവർ ഉണ്ട് ഇടൂ. അപ്പം ബൊഗൈൻവില്ല ഇങ്ങനെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ ഈ കൊടും ചൂടിൽ. അപ്പം ചൂടാണ് ബൊഗൈൻവില്ല ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ. നല്ല വേനൽക്കാലത്താണ് ഇതുപോലെ നമുക്ക് ഫ്ലവർ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പോട്ടി മിക്സ് നല്ല പോലെ വെള്ളം മാർന്നു പോണ പോട്ടി മിക്സ്, അതുപോലെ തന്നെ ആവശ്യത്തിന് വലുപ്പത്തിലുള്ള പോട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത്, ചെടി ചെറിയ പോട്ടിൽ വാങ്ങിച്ചാലും അതിനെ ഒരുവിധം ആകുന്ന സമയത്ത് നമ്മളതിനെ കൊണ്ടുവന്ന് റീപോട്ട് ചെയ്ത് ആവശ്യത്തിന് വലിപ്പത്തിലുള്ള പോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ കണ്ടു. ഇതൊരു പീച്ച് കളറ് അല്ല, ഒരു വയലറ്റ് ആയിരുന്നു വാങ്ങിച്ച സമയത്തൊക്കെ നമുക്ക് നല്ല ഫ്ലവർ തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇതൊരു ലൈറ്റ് വയലറ്റിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ അതാ ഈ പീച്ചിലൊക്കെ കണ്ടു നിറയെ ഫ്ലവറാണ് ഉണ്ടോ. ഈ പീച്ചിലൊക്കെ നിറയെ ഫ്ലവറുണ്ട്. പിന്നെ ഇതാ ഈ പർപ്പിൾ അതിസുന്ദരിയായിരിക്കുകയാണ് ഉണ്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബൊഗൈൻവില്ലയുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പിന്നെ തിമ്മ പിങ്കാണ്. തിമ്മ പിങ്കും നന്നായിട്ടുണ്ട്. അതിൻ്റെ ലീഫ് വേരിഗേറ്റഡ് ആണ്. ഞാനിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തിമ്മ പിങ്ക് അതിൻ്റെ വേരിഗേറ്റഡ് ലീഫൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പം ഇതുപോലെ ഫ്ലവർ നിറഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ 15 ദിവസത്തിലൊരിക്കൽ NPK അതുപോലെ DAP ഒക്കെ മാറി മാറി കൊടുക്കാറുണ്ട്. NPK 19 ഫ്ലവർ ചെയ്യുന്നതിനും 18 വളർച്ചയ്ക്കും വേണ്ടി കൊടുക്കാറുണ്ട്. മാറി മാറി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും. അല്പം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് 2 നേരം നനയൊന്നും വേണ്ട, ഒരു നേരം നല്ല രീതിയിൽ നനച്ചാൽ മതി. ഇതെൻ്റെ ഫയറോപ്പല്ല ഓറഞ്ചാണ്. ഫ്ലവറൊക്കെ കുറഞ്ഞു, ഇനി വരും. ഇപ്പോൾ ഫ്ലവർ നല്ലപോലെ റൂബി റെഡിലാണ് കേട്ടോ. റൂബി റെഡിൽ ഫ്ലവർ ഉണ്ട് നിറയെ. അതുപോലെ തന്നെ ഹവായ് വൈറ്റിലും പൂന വൈറ്റിലും ഒക്കെ ഫ്ലവർ ഉണ്ട്. പീച്ച് കളറിൽ നിറയെ ഫ്ലവറാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബൊഗൈൻവില്ലയുടെ അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.